ഫറവോന്റെ എല്ലാവിധമായ അന്യാരാധന ശക്തിയെയും മോശയുടെ ഒറ്റ അഭിഷേകത്താൽ ജയിക്കുവാൻ ദൈവം കൃപ നൽകി. വിശ്വാസമുള്ള അബ്രഹാമിനും സാറയ്ക്കും വാഗ്ദത്തം ദൈവം പ്രായം കഴിഞ്ഞിട്ട് കയ്യിൽ നൽകി. ഇന്ന് പകൽ നമ്മുടെ ദൈവം മഹത്വമേറിയവനാണ്. അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ദൈവാത്മാവ് രാവിലെ ഓർപ്പിച്ചല്ലോ. ഒരിക്കലൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. 62 സങ്കീർത്തനം വളരെ സമയമെടുത്ത് നിരവധി പ്രാവശ്യം നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വചനം കേട്ട് ബലപ്പെട്ടുള്ള ഭാഗങ്ങളാണ്. എല്ലാം വിവരിപ്പാൻ ഞാൻ ഇന്ന് പകൽക്കാലം സമയമെടുക്കുന്നില്ല. കർത്താവിൻ്റെ തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അത്യാവശ്യമായി ചിലർക്ക് സാക്ഷ്യത്തിൻ്റെ സമയം വേർതിരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. എന്നാൽ ഒറ്റ വാക്യം മാത്രം ഓർപ്പിച്ച്, ഒരു വാക്ക് മാത്രം ഓർപ്പിച്ച് വേഗം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടെ ഭക്തൻ പറയുകയാണ്, മൗനമായി ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. 1-ാം വാക്യം, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. 5-ാം വാക്യം ഇത് തന്നെയാണ്. ഒരേ വാക്യം 2 പ്രാവശ്യം ഭക്തൻ ആവർത്തിക്കുമ്പോൾ 3 പ്രാവശ്യം ഈ കൊച്ചു സങ്കീർത്തനത്തിൽ എൻ്റെ പാറ ഈ ദൈവമാണെന്ന് താൻ ആവർത്തിച്ച് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൗനമായിരിക്കുക, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുക എന്നുള്ളത് ഈ സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്ന ശക്തമായ ദൂത. ഏറ്റവും കൂടുതൽ പ്രതികൂലം നേരിട്ട ലോകത്തിലെ ഏക മനുഷ്യൻ നമ്മുടെ കർത്താവാണ്. മനുഷ്യൻ എന്ന നിലയിൽ പ്രൈസ് ദി ലോർഡ്. അവരുപദ്രവിച്ചതെല്ലാം യേശുക്രിസ്തു എന്ന എടുത്ത ജഡത്തിന്മേല. ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ച യേശുക്രിസ്തുവിൻ്റെ ജഡത്തെയാണ് അവരെ മുറിവേൽപ്പിച്ചതും ഉപദ്രവിച്ചതും. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തൊടാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ വിഷയം വന്നപ്പോൾ യേശു എന്താണ് ചെയ്തത്? മത്തായി സുവിശേഷം 26-ാം അധ്യായം 61 62 വാക്യം. മത്തായി 26, 61, 62. ദൈവ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? യേശു മിണ്ടാതെ ഇരുന്നു. ശ്രദ്ധിച്ച ഒരു വലിയ വെല്ലുവിളിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അകാരണമായി ധാരാളം അപവാദങ്ങൾ, കുറ്റാരോപണങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ മേൽ ചുമത്തുകയാണ്. ഇതെല്ലാം ചുമത്തുമ്പോൾ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന പീലാത്തോസിൻ്റെ ഏറ്റവും വലിയ ദുഃഖം, ഇതിനൊന്നിനോടും യേശു പ്രതികരിക്കുന്നില്ല. യേശു മിണ്ടാതിരുന്നു. യെശയ്യാ 53 പറഞ്ഞത്, രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ ഒരാട് വായെ തുറക്കാതിരിക്കുന്നത് പോലെ നമ്മുടെ യേശു കർത്താവ് മിണ്ടാതിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പോരുകളുടെ നടുവിൽ യേശു നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നീയായി പ്രതികരിക്കണ്ട, നീ ദൈവത്തെ നോക്കി മൗനമായിരുന്നാൽ. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22 മുതൽ ഒന്ന് വായിച്ച്. 1 പത്രോസ് 2:22. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ
കഷ്ടം അനുഭവിച്ചിട്ട് തിരിച്ച് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവങ്കിൽ, ആ വാക്കുകൾ ശ്രദ്ധിക്കണം, ന്യായമായി വിധിക്കുന്നവങ്കിൽ. ഇന്ന് പകൽ മൗനമായിരിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. ഏതു വിഷയത്തിൻ്റെ മുമ്പിലാണോ നീ മൗനമായത്, ആ മൗനമായ വിഷയത്തിന്മേൽ നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീ പരമേൽപ്പിച്ചിട്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി നീ ആശ്രയിക്കാൻ തയ്യാറായാൽ, സമയം വരുമ്പോൾ നിനക്ക് വേണ്ടി നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന് നീ മൗനം ഭജിച്ച വിഷയത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ ജനം മിണ്ടാതിരുന്നു, അവരോടൊന്നും ഉത്തരം പറഞ്ഞില്ല. അവരോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു. ആ ആ ആ എളുപ്പം ഓർപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. അതിൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഈ ഹിസ്കിയാ രാജാവ്, ദൈവം ഏറ്റവും ഇഷ്ടപ്പെട്ട ദാവീദ് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഭരിച്ച നല്ലൊരു രാജാവാണ് ആര്? ഹിസ്കിയാവ്. ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് കണ്ണുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ദാവീദിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പിൽ സെൻഖരീബും തൻ്റെ ഏറ്റവും വലിയ ശക്തനായ സൈന്യാധിപൻ റാബ്സാക്കെ എന്ന് പറയുന്ന മനുഷ്യനും കൂടെ ഒരു വലിയ സൈന്യവുമായി വന്നിരിക്കുകയാണ്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. മറുഭാഗത്തെ ശക്തി കുതിരകളും രഥങ്ങളും വില്ലും വാളും അമ്പും കുന്തവും ഒക്കെയായി പ്രബലപ്പെട്ടു വരുമ്പോൾ ദൈവം പറഞ്ഞ ഹിസ്കിയാവേ മിണ്ടരുത്, നീ ജനത്തോട് പറയണം, ആരും എന്ത് ചെയ്യരുത്. ഒരല്ലേ പറഞ്ഞു. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഹിസ്കിയാവിന് അറിയത്തില്ല, ജനത്തിനറിയത്തില്ല. പക്ഷെ പറഞ്ഞു ഉത്തരമൊന്നും പറയണ്ട, മിണ്ടാതിരുന്നാ മതി. മിണ്ടാതിരിക്കുമ്പോൾ മറുഭാഗത്തെ സൈന്യം 1,85,000 പേരുണ്ട്. ഒന്നും രണ്ടുമല്ല, 1,85,000 പേര് ആരവാരം മുഴക്കുമ്പോൾ സെൻഖരീബ് എന്ന് പറഞ്ഞ ശക്തനായ രാജാവ് ശക്തമായി നേതൃത്വം കൊടുക്കുമ്പോൾ അയാളുടെ ഏറ്റവും ശക്തനായ റാബ്സാക്കെ എന്ന് പറയുന്ന സൈന്യാധിപൻ നേതൃത്വം. ദൈവം പറഞ്ഞു മിണ്ടരുത്, മിണ്ടരുത്. എല്ലാവരും മിണ്ടാതെ ദൈവത്തെ നോക്കി മൗനമായിരിക്കെ. നോക്കി നിൽക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ഒരു ദൂതൻ താഴേക്ക് ഇറങ്ങിയിട്ട് 1 സെക്കൻഡ് കൊണ്ട് ഈ 1,85,000 പേരെ തച്ചുടച്ചിട്ട് ഹിസ്കിയാവിന് ജയം കൊടുത്തെങ്കിൽ നീ ചില മേഖലകളിൽ അങ്ങോട്ട് പ്രതികരിക്കണ്ട. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നിനക്കെതിരെ വരുന്ന സൈന്യം എത്ര പ്രബലപ്പെട്ടതായാലും യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ അധ്യായം മുഴുവൻ വായിച്ചാൽ മതി, കാര്യങ്ങൾ പിടികിട്ടും. പ്രൈസ് ദി ലോർഡ്. ഒരു തുള്ളി രക്തമൊഴുക്കേണ്ട ആവശ്യം ഹിസ്കിയാവിനോ തൻ്റെ ജനത്തിനോ വന്നില്ല. അവർ ഈ വലിയ പ്രതിസന്ധിയിൽ എന്ത് ചെയ്തു? ദൈവത്തെ നോക്കി മൗനമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കട്ടെ, എനിക്കായിട്ട് പ്രവർത്തിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സ്വയം ഒന്ന് സറണ്ടർ ചെയ്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കി മൗനമായി നിന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരാൾ മതി. നിന്റെ പ്രശ്നത്തെ മുഴുവൻ പരിഹരിക്കാൻ 100 ദൂതന്മാരൊന്നും വേണ്ട. സ്വർഗം ഒരാളെ അയച്ചാൽ സെക്കൻഡുകൾ കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളെ നിനക്കുള്ളെങ്കിൽ ഇന്ന് രാവിലെ ഭക്തൻ പറയുകയാണ്, ദൈവത്തെ നോക്കി ഏറ്റെടുക്കുന്നവർ നന്നായി ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. നിന്റെ വിഷയങ്ങൾക്ക് നേരെ പ്രതികരിക്കാൻ കഴിയാതെ വരുമ്പോൾ നിന്റെ പ്രതിയോഗി കഴിവും പണവും ശക്തിയും രാഷ്ട്രീയ പിടിപാടും ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവനെ പഞ്ചായത്തിലും കെട്ടും, വില്ലേജിലും കെട്ടും, താലൂക്കിലും കെട്ടും, ജില്ലയിലും കെട്ടും, സ്റ്റേറ്റിലും കെട്ടും, എല്ലാം കെട്ടും. അവിടെ എങ്ങും പോകാനും വരാനും നിന്നെ കൊണ്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിനക്കൊരു കാര്യം കഴിയും. നിന്റെ ശൈലമായ, നിന്റെ പാറയായ, നിന്റെ സങ്കേതമായ ദൈവത്തെ നോക്കി ഒരു നിമിഷം മൗനമായി നീരുന്നാൽ
ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് പകൽക്കാലം സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ചില വിഷയങ്ങളുടെ മേൽ മറുപടി ഇല്ലാത്ത ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാവിലെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള സ്നേഹം ഈ ദൂത് കേൾക്കുമ്പോൾ വർദ്ധിക്കണം. തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം 12-13 വാക്യം ഒന്ന് വായിച്ച്. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പിൽ വിശുദ്ധീകരണത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പൗലോസ് സ്ഥാപിച്ച ഒത്തിരി സഭകളുണ്ട്. എഫെസോസിലെ സഭയായിരുന്നു പൗലോസ് സ്ഥാപിച്ച ഏറ്റവും വലിയ ജനബാഹുല്യമുള്ള സഭ. അർത്തമീസ് എന്ന് പറയുന്ന അന്ധകാര ശക്തിയെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിലംപരിചാക്കി വെട്ടിയിട്ട് ആ ദേശത്തെ ഏറ്റവും വലിയ സഭ സ്ഥാപിച്ചു. അത് കഴിഞ്ഞാൽ കൊരിന്തിയിലെ സഭ, അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സഭയായിരുന്നു തെസ്സലോനിക്കയിലെ സഭ. വലിയ വ്യാപാര കേന്ദ്രമാണ്. നമ്മുടെ കൊച്ചി എന്ന് പറയുന്നതിൻ്റെ കൂട്ടൊക്കെ ബോംബെ എന്ന് പറയുന്നതിൻ്റെ കൂട്ട്, കൽക്കട്ട എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയാവുന്ന പോലെ കടൽ മാർഗവും കരമാർഗവും റെയിൽ മാർഗവും വ്യോമമാർഗവും എല്ലാമുള്ള സാധനങ്ങൾ വന്നിട്ട് അതെല്ലാം അവിടെ നിന്ന് പല സ്ഥലത്തേക്ക് പോകുന്നത് പോലുള്ള വലിയ മാർക്കറ്റാണ് തെസ്സലോനിക്ക എന്ന് പറയുന്നത്. തെസ്സലോനിക്കയിൽ നിരവധി ദൈവങ്ങളും നിരവധി ആരാധന സംസ്കാരങ്ങളുമുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്ന ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. അവിടെ പൗലോസ് ശക്തമായ സഭ ആരംഭിച്ചു. ആ സഭയുടെ ഒരു പ്രത്യേകത ഇപ്പൊ പൗലോസ് പറയാണ്, ഞങ്ങൾ നിങ്ങളെ നോക്കി പഠിക്കാൻ പോവാം. എന്താ ഞങ്ങൾ നിങ്ങളെ നോക്കി പഠിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം വർദ്ധിച്ചിട്ട് കവിഞ്ഞൊഴുകുക. ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുള്ളതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിട്ട് ആ സ്നേഹം വർദ്ധിച്ചിട്ട് വർദ്ധിച്ച സ്നേഹം കവിഞ്ഞൊഴുകുക, ഓവർഫ്ലോ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. എന്തിന്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യരായി വെളിപ്പെടാൻ. എന്തിനാണ്? തമ്മിൽ സ്നേഹിക്കാൻ. ഇവിടെ തെസ്സലോനിക്കയിലെ സഭയുടെ സ്നേഹം കണ്ടിട്ട് പൗലോസ് നമ്മളെ ഓർപ്പിച്ചുണർത്തുകയാണ്. പ്രത്യക്ഷതയെങ്കിൽ അനന്യരായി വെളിപ്പെടണം. പ്രിയരെ, നമ്മുടെ സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ സ്നേഹം കവിഞ്ഞൊഴുകുന്നുണ്ടോ? കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, കർത്താവ് സ്നേഹമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം എന്ന് പറയാം, അതിനൊരു എൻഡുണ്ട്. പ്രത്യാശ എന്ന് പറയാം, അതിനും ഒരു എൻഡുണ്ട്. ഇത് രണ്ടും തീരുന്നൊരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മുടെ വിശ്വാസം? ഞാൻ പാപിയായിരുന്നു. പാപിയായ എനിക്ക് വേണ്ടി പാപപരിഹാരം ലോകത്തിൽ മനുഷ്യനായി വെളിപ്പെട്ടു. എൻ്റെ പാപം മുഴുവൻ പാപപരിഹാരകൻ്റെ മേൽ ചുമത്തി. അവൻ എനിക്ക് പകരം ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷയെല്ലാം കൂടെ സ്വയം ഏറ്റെടുത്തു. എനിക്ക് വേണ്ടി പകരം മരിച്ചു. മരിച്ചവൻ്റെ ഒഴുകിയിറങ്ങിയ രക്തം എൻ്റെ മേൽ പകർന്നപ്പോൾ എൻ്റെ പാപമെല്ലാം മാറി. ഞാൻ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി. ഹലോ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വസിച്ച നിന്റെ പ്രത്യാശ, എന്നെ രക്തം കൊണ്ട് കഴുകി തൻ്റെ ശരീരമാക്കി മാറ്റിയ എൻ്റെ കർത്താവ് വരും. അവൻ വരുമ്പോൾ എന്നെ അവനോട് കൂടെ അവൻ ഒരുക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി അവൻ ഇരിക്കുന്ന കസാറയിൽ ഇരുത്തു. ഇവിടെ നമ്മൾ പോയ കസാറ ഇരുന്ന് കഴിയുമ്പോൾ പ്രത്യാശ തീർന്നു. ഹലോ,
അപ്പം വിശ്വാസത്തിന് ഒരു എൻഡുണ്ട്, പ്രത്യാശയ്ക്ക് ഒരു എൻഡുണ്ട്. പിന്നെ അവിടെ എന്തേ ഉള്ളൂ? സ്നേഹം മാത്രം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ പോകുന്ന എന്തുവാ? സ്നേഹമാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആർക്കേ അവിടെ വസിക്കാനൊക്കത്തുള്ളൂ? സ്നേഹമുള്ളവർക്ക് മാത്രമേ വസിക്കാൻ. തെസ്സലോനിക്ക സഭ നിങ്ങളുടെ സ്നേഹം, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളിൽ വന്നിട്ട് നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് ആ സ്നേഹം വർദ്ധിച്ച് ആ സ്നേഹം കവിഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ സ്നേഹമുള്ള നിങ്ങൾ അനിന്യരായി വെളിപ്പെട്ടിട്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വം കാണുവാൻ ഞങ്ങൾ കൊതിക്കുകയാണ്. ഇന്ന് രാവിലെ ഇവിടെ വർദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഇടയ്ക്കൊക്കെ എങ്കിലും പാടും, മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ വെടിഞ്ഞു. മകൾ സ്നേഹം. ഞാൻ വിവരിക്കുന്നില്ല. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 17 മുതൽ 1-2 വാക്യം കൂടെ വേഗം വായിച്ചേ. അപ്പൊ നിങ്ങളുടെ വേര്, ഓരോ വിശ്വാസികളുടെയും വേര് സ്നേഹത്തിൽ ഊന്നണം. നമ്മുടെ ഫൗണ്ടേഷൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൽ വേരൂന്നണം. നിങ്ങളെ വാക്യം വായിച്ചേ. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി സ്നേഹത്തിൻ്റെ വീതി, സ്നേഹത്തിൻ്റെ നീളം, സ്നേഹത്തിൻ്റെ ഉയരം, സ്നേഹത്തിൻ്റെ ആഴം എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹം. ഒരാളല്ലേ പറഞ്ഞേ, നമ്മുടെ ഈ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്ന അല്ല ദൈവസ്നേഹം. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തിൽ വേരൂന്നി. സ്നേഹത്തിന്റെ നീളം എന്തുവാ? അവൻ മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലേക്ക് ഇറങ്ങി. എവിടുന്നാ വന്നേ? സ്വർഗാദി സ്വർഗത്തിൽ നിന്ന്. സ്വർഗാദി സ്വർഗം എവിടെയാണോ അവിടെ മുതൽ ബെത്തന്മാരുടെ അടുക്ക പോയവരെയുള്ള നീളം നീ വീട്ടിൽ പോയി അളന്നു. അത്രയും സ്നേഹമുണ്ട്. ഹലോ. ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീതി. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേണ്ടി പകർന്ന ആ സ്നേഹത്തിൻ്റെ നീളം, അതിൻ്റെ വീതി, അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം നമുക്കൊന്നും വർണ്ണിക്കാനൊക്കത്തില്ല. നിന്നെ പിടിച്ചത് ആ സ്നേഹമാ. നിന്നെ കൃപയിലേക്ക് കൊണ്ടുവന്ന ആ സ്നേഹമാ. നിനക്ക് ദൈവം തന്ന സകലതും ആ സ്നേഹത്തിന്റെ പ്രതിഫലനങ്ങളാ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈലെ ആ സ്നേഹത്തിൽ വേരൂന്നിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാവിലെ ഉയരന്റെ സ്തോത്ര സ്നേഹത്തിന്റെയാ, ഉയരന്റെ പ്രാർത്ഥന സ്നേഹത്തിന്റെയാ, ഉയരന്റെ പ്രാർത്ഥന ആരാധന സ്നേഹത്തിന്റെയാ, ഇവിടുത്തെ വചനം സ്നേഹത്തിന്റെയാ. ഇവിടെ ഉയരേണ്ടത് മുഴുവൻ ദൈവ സ്നേഹമാ. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞ അർത്ഥം സ്നേഹത്തെ കണ്ടെന്ന. ഞാൻ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ സ്നേഹത്തെ സ്വീകരിച്ചെന്ന. ഞാൻ യേശുവിനെ പിൻപറ്റുന്നു എന്ന് പറഞ്ഞ സ്നേഹത്തെ പിൻപറ്റുന്നു എന്നാ. ഹലോ. നമുക്കാരുടെ സ്നേഹം? നമ്മുടെ ഈ ജഡശരീരത്തോടാണോ? നമ്മുടെ ആരോഗ്യത്തോടാണോ? നമ്മുടെ കുടുംബത്തോടാണോ? നമ്മുടെ കുഞ്ഞുങ്ങളോടാണോ? അവരെല്ലാം സ്നേഹിക്കണം. അവരെല്ലാം സ്നേഹിക്കുന്നതിനേക്കാൾ ആരെ സ്നേഹിക്കണം? കർത്താവിനെ സ്നേഹിക്കണം. ഒരല്ലേ പറഞ്ഞേ. ഞാൻ വിവരിക്കുന്നില്ല. തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 4-ാം അധ്യായം 9-10 വാക്യം ഒന്ന് വായിച്ചേ. 4:9-10. ആ ആ ആ പാർശ്വന്മാരിൽ നിന്നല്ല, അന്യോന്യ സ്നേഹിപ്പാൻ ദൈവത്താൽ ഉപദേശം ലഭിച്ചവരല്ലാതെ മക്കതോന്യയിലെങ്ങുമുള്ള
സഹോദരന്മാരോടൊക്കെയും സ്നേഹം ആചരിക്കുക. എല്ലാവരും ഇവിടെയാണോ? സ്നേഹം തെസ്സലോനിക്ക സഭ സ്നേഹം വർദ്ധിച്ചു, സ്നേഹം കവിഞ്ഞൊഴുകി. ഇപ്പൊ സ്നേഹം ആചരിക്കുക. സഭയുടെ ആചാരം സ്നേഹം. ഹലോ, ആ സഭ മാത്രമല്ല, തൊട്ടടുത്ത് മക്കതോന്യ സഭയുണ്ട്. മക്കതോന്യ സഭയോടും ഈ സ്നേഹം ആചരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ തെസ്സലോനിക്ക സഭ ചെല്ലക്കാട്ടാന്നിരിക്കട്ടെ, മക്കതോന്യ സഭ അങ്ങ് ഇട്ടിയപ്പാറയാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങ് റാന്നിട്ടമുള്ളാന്നിരിക്കട്ടെ, ഇവിടുന്ന് ആ സ്നേഹം കവിഞ്ഞു, വർദ്ധിച്ചു. വർദ്ധിച്ച സ്നേഹം കവിഞ്ഞൊഴുകി. കവിഞ്ഞൊഴുകിയ ഫ്ലോ, ഈ തോടൊഴുകി പമ്പേ ചെല്ലുന്നത് പോലെ സമീപ സഭകളിലേക്ക് ആ സ്നേഹം പകരുക. ഹലോ, നമ്മുടെ മനസ്സിൽ അങ്ങനെ സ്നേഹിക്കാൻ കഴിയും. ഇവിടെ മാത്രമല്ല, ലൈവിൽ കാണുന്നവരൊക്കെ വൈകുമ്പോഴത്തേക്ക് ഒരു 10,000-3000 പേര് നമ്മുടെ ലൈവ് കാണും. അവരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, സ്നേഹം വർദ്ധിച്ചിട്ട് ആ സ്നേഹം ഒന്ന് കവിഞ്ഞൊഴുകി, ആ സ്നേഹം ഒന്ന് ആചരിക്കാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയോട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ സ്നേഹം ആചരിക്കുന്നു. അടുത്ത ലൈനോട് വായിച്ചേ. അത് ഒത്തിരി കൂടണ്ടെന്നല്ല, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാൻ, ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നവര് സ്നേഹത്തിന് മാത്രമേ കടപ്പെട്ടിരിക്കാവൂ. മറ്റൊന്നിനും നമ്മൾ ആർക്കും കടപ്പെട്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും സ്നേഹിപ്പാൻ, എല്ലാവരെയും കരുതാൻ, പുറത്തുള്ളവരോട് മര്യാദയായി ഇടപെടാൻ ഒക്കെയുള്ള സ്നേഹത്തിൻ്റെ. എന്തിനാണ് നമ്മളോട് ഇത് പറയുന്നത്? നമ്മൾ ആരാണെന്ന് അറിഞ്ഞിട്ട് അത് പറഞ്ഞു വിടാം. തെസ്സലോനിക്കനെ 1:4 മുതൽ വായിച്ചു. 1:4 മുതൽ. ഈ സഭ ആരാന്ന് മനസ്സിലായോ? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ. സ്നേഹിക്കണമെന്ന് സഭയോട് പൗലോസ് പറയുമ്പോൾ സഭ ഏതാ? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവര്. ഒരല്ലേലൂയ പറഞ്ഞേ. കർത്താവിൻ്റെ സഭയ്ക്കകത്ത് കയറിയ മുഴുവൻ പേരും വരാൻ കാരണം ദൈവം നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ 84 വിശ്വാസി വന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവം എന്നെ സ്നേഹിച്ചു. നിങ്ങൾ എന്നാണോ വിശ്വാസി വന്നത് അതിൻ്റെ പുറകിൽ ഒരാൾ പ്രാർത്ഥിച്ചു കാണും, ഒരാൾ ലഘുലേഖ തന്ന് കാണും, ഒരാൾ നിങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഇടിവ് നിന്ന് കാണും. ഒക്കെ ശരിയാണെങ്കിലും നിങ്ങൾ വരാനുള്ള കാരണം ദൈവം നിങ്ങളെ സ്നേഹിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ പ്രാഗൽഭ്യത്തോടെ, എനിക്കൊന്നും പുകഴാനില്ല, അർഹതയില്ലാത്ത എൻ്റെ മേൽ ലോകം എന്നെ വെറുത്തപ്പോൾ, ലോകം എന്നെ പുച്ഛിച്ചപ്പോൾ, ലോകം എന്നെ വിടക്കെന്നെണ്ണിയപ്പോൾ, ലോകം എന്നെ കള്ളനെന്ന് വിളിച്ചപ്പോൾ നീ എന്നെ സ്നേഹിച്ച സ്നേഹമാണ് എനിക്ക് ഈ കൃപ ലഭിക്കാൻ കാരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം അറിയാതെ നമ്മെ എന്തെല്ലാം പറയുന്നവർ കാണും. അയാൾ കള്ളന, അയാൾ പനന, അവൾ അഴുക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മളെക്കുറിച്ച് നമ്മളറിയാൻ എന്തെല്ലാം പറയും. നീ ഇതൊന്നും കേൾക്കണ്ട. നീ ഇതെല്ലാം ഈ കയ്യെ പറ്റിയ അണലിയെ തീക്കകത്ത് കുടഞ്ഞ പോലെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ആത്മാവിൽ കുടഞ്ഞിട്ട് നീ അങ്ങ് മൗനമായിരുന്നാൽ മതി. ബാക്കിയെല്ലാം സ്നേഹിക്കപ്പെട്ട ദൈവം നിനക്ക് വേണ്ടി ചെയ്തോളും. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ വിവരിക്കുന്നില്ല. നിങ്ങൾ 62-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. 8-ാമത്തെ വാക്യം. ജനമേ എല്ലാ കാലത്തും, എന്നാ എല്ലാ കാലത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏതാ എല്ലാ കാലവും? രോഗമുള്ള കാലത്ത്, കടമുള്ള കാലത്ത്, നിന്ദയുള്ള കാലത്ത്, ഒറ്റപ്പെടുന്ന കാലത്തും, പ്രതിസന്ധി നേരിടുന്ന കാലത്തും, അപമാനിക്കപ്പെടുന്ന കാലത്തും,
പൊട്ടക്കണ്ടി തള്ളപ്പെടുന്ന കാലത്തും സിംഗക്കുഴി വലിച്ചെറിയുന്ന കാലത്തും, ഓ ഹല്ലേലൂയ, മുമ്പിൽ വഴി അടയുന്ന സ്ഥലത്തും, എല്ലാ കാലത്തും ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം മറ്റാരുടെ മുമ്പിൽ പകരല്ല, അവൻ്റെ മുമ്പിൽ പകരുവീൻ. ഇന്ന് പകൽ ദൈവാത്മാവ് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട അകത്ത് വന്ന നിന്റെ അകത്ത് സ്നേഹം വർദ്ധിച്ച്, സ്നേഹം കവിഞ്ഞൊഴുകി, സ്നേഹം ആചരിച്ച് നിൽക്കുമ്പോൾ തന്നെ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിച്ചോ, ദൈവത്തെ നോക്കുക, ദൈവത്തിൻ്റെ ഭക്തിയോടെ ജീവിക്കുക. ദൈവ സമയം വരുമ്പോൾ ന്യായമായി വിധിച്ച് നിന്നെ മാനിച്ചുയർത്തും. ഒരു ദൂതനെയാണ് ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ഇറക്കേണ്ടതെങ്കിൽ നിന്റെ കൂടാരത്തിൽ ദൂതൻ ഇറങ്ങും, നിന്റെ തലമുറ പാർക്കുന്നത് ദൂതൻ ഇറങ്ങും. നിന്നെ ഇട്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ അലട്ടാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഇന്ന് രാവിലെ നീ ഇവിടെ വന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ ആഴമായ ചില ഇടപെടലുകൾ, ഓ രക്തത്താലെ ജയം. ഒറ്റ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം കൂടെ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. സഭായോഗത്തിൽ വന്നിട്ട് വാ തുറക്കാതിരിക്കണമെന്നല്ല ഞാനീ പറഞ്ഞു വരുന്നത് കേട്ടോ. നമുക്കൊരു സന്തോഷം വന്നു, വാസു പറഞ്ഞല്ലോ മിണ്ടായിരിക്കാം, എന്നാൽ പിന്നെ നമുക്ക് സ്വത്രം പറയാതിരിക്കാം, അങ്ങനല്ല കേട്ടോ. മുമ്പിൽ വലിയ പ്രതിസന്ധി, വഴിയില്ല, വഴി കംപ്ലീറ്റ് അടഞ്ഞു, പുറകും മുൻപും അടഞ്ഞു, മുൻപും പുൻപും ഒരുപോലെ അടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ദൈവത്തിൽ ആശ്രയിപ്പീൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് യുദ്ധം ചെയ്യും. ഈ 2024 ഈ ഏപ്രിൽ മാസം 2-ാം ഞായറാഴ്ച ഈ 14-ാം തീയതി എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവര് മൗനമായിരിക്കാതെ ഒരു നിമിഷം ദൈവത്തെ കരമടിച്ച് സ്തുതിച്ചൊന്ന് ആരാധിച്ചേ. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില വിഷയങ്ങളുടെ മുമ്പിൽ, ചില വെല്ലുവിളിയുടെ മുമ്പിൽ, ചില പ്രതിസന്ധികളുടെ മുമ്പിൽ, ചില മാരകമായ വിപത്തുകളുടെ മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, ചില നിമിഷങ്ങളൊന്നും മൗനമായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇന്ത്യക്കാരെല്ലാം കളിയാക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന്. അദ്ദേഹം എപ്പോഴും ഈ ഉടുപ്പിൻ്റെ ഒരു സൈഡിൽ ഒരു കൈയിട്ട് മറ്റേ കൈ ഇങ്ങനെ വെച്ച് യാത്ര ചെയ്യുന്ന പടങ്ങൾ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. പുള്ളി ഒത്തിരി വർത്തമാനം പറയാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കമൻ്ററി ഞാൻ വായിച്ചപ്പോൾ ഇന്ത്യ കണ്ടതിലെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പോലെ ഒത്തിരി വർത്തമാനമൊന്നും പറയാറില്ല, പുള്ളി മൗനമായിരുന്നു, പക്ഷെ നന്നായി ഭരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലരുടെ കാര്യങ്ങളൊക്കെ അവരുടെ കാലം കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നതെങ്കിലും ചില വിഷയത്തിൽ നീ പ്രതികരിക്കണ്ട, നീ ഒന്ന് മൗനമായിരുന്നേ. ഇന്ന് പകൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. ഈ ദൂത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചില കുടുംബങ്ങളെ തൊട്ട്, വ്യക്തികളെ തൊട്ട്, തലമുറയെ തൊട്ട് ദൈവം പറയുന്നു, നീ ദൈവത്തെ നോക്കി, വേറെ നോക്കി ഉണ്ടായിരിക്കരുത്, ദൈവത്തെ നോക്കി വിഷയം ദൈവത്തിൽ ഏൽപ്പിച്ച് എല്ലാ കാലത്തും അവരിൽ ആശ്രയിച്ച് ഒന്നും മൗനമായിരുന്നു. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആരിൽ വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ ഇറങ്ങി വന്ന് ചില ആഴമായ വിടുതലുകൾ പകരും. ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. നല്ല കർത്താവേ, ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത, മറുപടി പറയാൻ കഴിയാത്ത, എതിർക്കാൻ കഴിയാത്ത പല മേഖലകളിൽ നാലുപാട് ഞങ്ങൾക്ക് ചുറ്റും ശത്രുപാട കോരി ഏതു വിധേനയും ഞങ്ങളുടെ മുൻപോട്ടുള്ള ഗമനാഗമനങ്ങളെ തടയുവാൻ അണിയറയിൽ കരുക്കൾ കൂട്ടി ഞങ്ങൾക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്കൊരു മാതൃകയായല്ലോ.
ചുറ്റും അപവാദം പറഞ്ഞപ്പോൾ വായെ തുറക്കാതെ ഊമനായി മിണ്ടാതെ ഇരുന്നത് പോലെ ഇന്ന് പകൽ ചില വിഷയത്തിന് മുമ്പിൽ ഞങ്ങൾ, കുടുംബങ്ങൾ, വ്യക്തികൾ, തലമുറകൾ മൗനമായിരുന്നിട്ട് സമയം വരുമ്പോൾ നേരോടെ വിധിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ വിഷയങ്ങളെയും ഏൽപ്പിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ.